കൽബിന്റെ ഒളു, കൽബിന്റെ ജനാബത്ത് കുളി, കൽബിന്റെ തയമ്മം, കൽബിന്റെ മിസ്വാക്ക്, ഇതൊക്കെ ചെയ്തിരുന്ന ആളാണ് മഹാനായ ബീരാൻ ഔലിയ. അവര് വലിയ ആളായിരുന്നു. ശരീഅത്തും ത്വരീഖത്തിന്റെ ബഹർ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആധ്യാത്മികയുടെ ആഴിയിലേക്ക് ഊളിയിട്ട് മുത്തും പഴവും പെറുക്കിയ മഹാനാ, ഒരു വലിയ മുത്തഹ്ബഹിറ, അള്ളാന്റെ പല ഔസാഫ് കൊണ്ട് മുത്തസിഫ മഹാനാ ബീരാൻ ഔലിയ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് റഹ്മത്താ. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചു ഓർക്കുകയാണ്. ഒരു സ്ഥലത്ത് അവര് കുട്ടികളെല്ലാരും കൂടി ഒരുമിച്ച് കൂടി കുറെ ദിക്റല്ലിയാൽ അവരിങ്ങനെ പൈസ എല്ലാവർക്കും കൊടുക്കും. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാ. ഒരു സമയത്ത് അവരെ പോക്കറ്റിലൊന്നും പൈസ ഇല്ല. കോട്ട ഇടക്കിടക്ക് ഇട്ട് നടക്കാറുണ്ട്. ആ കോട്ടാണെങ്കിൽ അലക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് അലക്കുന്ന ആളെ അലക്കിയിട്ട് പുറത്ത് തോരട്ടും ചെയ്തിട്ടുണ്ട്. ബനിയൻ ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പൊ പുറക്കാനോട് പറഞ്ഞു ഇവർക്കൊക്കെ പൈസ കൊടുക്കണല്ലോ, ആ പൈസ തരുമെന്ന് വെച്ചു. പുറക്കാനെടുത്ത അപ്പൊ പൈസ ഉണ്ടായിരുന്നില്ല. വന്ന ആളുകൾക്ക് കൊടുക്കും വേണം. ബീരാൻ ഔലിയ ഉടനെ തന്നെ പറഞ്ഞു പോൽ എന്നാ ആ തിരുമ്പിട്ട് അലക്കിയിട്ട കോട്ടിന്റെ പോക്കറ്റ് കൈയിട്ടോ ഇവർക്കൊക്കെ തയ്യണ പൈസ അതിലുണ്ടാവും. പുറക്കാരൻ പോയിട്ട് ആ കോട്ടെടുത്തിട്ട് പോക്കറ്റിൽ കൈയിട്ടപ്പോ പൈസ കൊണ്ട് പൈസ എല്ലാവർക്കും തഞ്ഞെന്ന് പറയും. അതെങ്ങനെയെന്ന് ചോദിക്കല്ലേ, എങ്ങനെയെന്ന് ചിന്തിച്ചാ പിടുത്തം കിട്ടാത്തതിനാണ് ബായി കറാമത്ത് എന്ന് പറയാ. പിന്നെ ഇഞ്ഞപ്പാ എങ്ങനെയെന്ന് വെച്ചാൽ എന്താട്ട്. അപ്പൊ ചോദിക്കും ബീരാനൗലിനെ കുറിച്ച് ഖുർആനിൽ അങ്ങനെ ഉണ്ടോ? ഇനി ബീരാനൗൽ ഉണ്ട് എന്നുള്ളത് ഖുർആനിലില്ലല്ലോ. അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് ഖുർആനിലില്ല. ബുഖാരിയിലുണ്ടോ മൊലിയരെ? ബുഖാരിയില് അൻവരിയ കോളേജ് ഉണ്ട് എന്നുണ്ടോ? ബുഖാരിയിലുണ്ട്. എല്ലാം ബുഖാരിയിൽ വേണോ? എല്ലാം ഖുർആനിൽ വേണോ? അങ്ങനെ കുറച്ച് ആൾക്കാർ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സത്യസന്ധമായ റിപ്പോർട്ട് കിട്ടിയാൽ നമ്മൾ പറയും. രേഖ ഉണ്ടാവണം. അത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കും, അല്ലാത്തവർക്ക് വിശ്വസിക്കണ്ട. അത് സോഷ്യൽ മീഡിയ കയറിയിട്ട് മേടാളല്ലോ. അങ്ങനെ സംഗതി ഇല്ല. അത് മറച്ചേക്കാൻ പറ്റുമോ? റസൂലുള്ളാഹിന്റെ അഹ്ലു സുഫയിൽ ക്യാപ്റ്റൻ അല്ലായിരുന്നു അബൂ ഹുറൈറ. ഇമാം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യല്ലേ, ക്യാപ്റ്റൻ ആയിരുന്നു. ക്യാപ്റ്റൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്ത് കേട്ടാലും ഓർമ്മ ഉണ്ടാവില്ല. പരാതിയേറ്റ് എവിടെ പോയത്? അന്നത്തെ ഡോക്ടറെ അടുത്തേക്കല്ല, പച്ചമരുന്നുകാരന്റെ അടുത്തേക്കല്ല. എവിടെ പോയത്? ഇലാ ഹളറത്ത് റസൂലില്ലാഹ്. ചിലപ്പോ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് പരിഹരിക്കപ്പെടാത്ത ഉസ്താദ്മാരുടെ അടുത്ത് പോയാൽ പരിഹരിക്കപ്പെടും. നമ്മളൊക്കെ എത്രയോ അനുഭവങ്ങളുണ്ട്. അവര് മനസ്സറിഞ്ഞിട്ട് തരണം. അത് വല്ല വെറുതാക്കൂല, അതല്ല വെറുതാക്കൂല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല മുത്തു മുസ്തഫാന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി സമീഅതു മിൻക ഹദീസൻ കസീറാ. ഞാൻ അവിടുത്തിൽ നിന്ന് ധാരാളം ഹദീസുകൾ കേൾക്കുന്നുണ്ട്. ഫാൻസാഹു യാ റസൂലല്ലാഹ്, കേട്ടതൊക്കെ ഞാൻ മറക്കുകയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് തന്റെ പ്രിയങ്കരനായ ശിഷ്യൻ വന്ന് തനിക്ക് എന്ത് കേട്ടാലും ക്ലിക്കാകുന്നില്ല, മെമ്മറി കുറഞ്ഞതുകൊണ്ട് മറന്നു പോവുകയാണ് എന്ന് പരാതി പറഞ്ഞ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു പറഞ്ഞത്, മരുന്നിനുള്ള ആ മറവിക്കുള്ള മരുന്ന് എന്റെ അരികിലില്ലല്ലോ, അത് അല്ലാഹുവിനോട് ചോദിച്ച് പരിഹാരം തേടേണ്ട കാര്യമല്ലേ. അബൂ ഹുറൈറ നിനക്ക് സ്ഥലം മാറിയോ എന്ന് ചോദിച്ചില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളില് ഒരു ഷാൾ ഉണ്ടായിരുന്നു. മുത്തു മുസ്തഫ ഷാൾ നോക്കിയിട്ട് പറഞ്ഞു, അതാ അബൂ ഹുറൈറ നിന്റെ തട്ടമൊന്ന് നീട്ട്, ഒന്ന് വിരിക്ക് അബൂ ഹുറൈറ. ആ തട്ടമൊന്ന് വിരിക്ക് അബൂ ഹുറൈറ. ഇസ്ലാമിനെ വക്രീകരിക്കുന്ന ആളുകൾ ഇതിന് മറുപടി പറയണം. ഈ മറവിയും തട്ടം വിരിക്കലും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? മറവി ഉണ്ട് എന്നാ എന്റെ മുണ്ട് നീട്ടുന്ന പറയാ. പക്ഷെ ഇത് ആള് വേറെയാണ്. ഇത് അക്കല് കൊണ്ട് ദീനാളെന്നിട്ട് പറ്റാത്ത തള്ളുന്ന ആളല്ല. ഇത് റസൂലുള്ളാഹിനെ മുഴുവനായി കലക്കി കുടിച്ച ആളാണ് മഹാനായ അബൂ ഹുറൈറ. അങ്ങനെയല്ലേ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു സ്വഭാവം ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറയാണെങ്കിലും എഴുതി വെക്കും. എന്ത് പറഞ്ഞാലും എഴുതി വെക്കും. അപ്പൊ ചിലര് പറഞ്ഞു, എന്താ എന്റെ കഥ? എല്ലാം എഴുതിയേക്കള്ള. അത് ബശറല്ലേ, ഒരു മനുഷ്യനല്ലേ, ദേഷ്യം പിടിച്ച് സംസാരിക്കും, ചിലപ്പം സ്നേഹത്തോടെ സംസാരിക്കും. അപ്പൊ അതൊക്കെ ചിലപ്പം ശരിയാവില്ലല്ലോ. അതൊക്കെ പ്രമാണമായിട്ട് എഴുതാൻ പറ്റുമോ? ഒരു മനുഷ്യന്റെ ദേശ സമയത്തുള്ള ഉണ്ടാവും, സ്നേഹ സമയത്തുള്ള ഉണ്ടാവും. അതിനൊക്കെ ചിലപ്പോൾ മാന ഉണ്ടാവില്ലല്ലോ. ഒക്കെ എഴുതിയേക്കാൻ നിൽക്കുക. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തൽക്കാലം എഴുത്ത്. പക്ഷേ നിർത്തിയ മുഴുവൻ നിർത്താൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മുത്തുനബിയെ ഞങ്ങളെ തൊള്ളേന്ന് വിടുന്ന എല്ലാ അക്ഷരങ്ങളും എഴുതുന്ന ആളായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംസാരം കേട്ടു. നിങ്ങൾ എങ്ങനെയാലും മലക്കല്ലല്ലോ, മനുഷ്യനല്ലേ, മനുഷ്യന് ദേഷ്യം പിടിക്കും. തെറ്റെയ്യുന്നല്ലട്ട പറഞ്ഞ് ദേഷ്യം പിടിക്കും, സ്നേഹത്തോടെ പറയുന്നുണ്ടാവും. അതൊക്കെ പ്രമാണമായിട്ട് എഴുതിയേക്കാൻ പറ്റൂല.
അപ്പോഴാണ് പറഞ്ഞത്, അംറേ നീ എന്ത് കരുതി? മാ ഖറജ മിന്നി ഇല്ലൽ ഹഖ്, ഹഖല്ലാതെ എന്നിൽ നിന്ന് വന്നിട്ടില്ല, ഇനി വരികയും ഇല്ല. ഇതാണ് മുഹമ്മദ് മുസ്തഫ. ആ മുസ്തഫ നബിയുടെ മുമ്പിൽ വന്ന് അബൂ ഹുറൈറ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു പ്രയാസമാണ് മുത്തുനബിയെ. മുത്തുനബി പറഞ്ഞു, നിന്റെ തട്ടമൊന്ന് വിരിച്ചോ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഫലമംതുഹു, എന്റെ തട്ടം ഞാനൊന്ന് നീട്ടിക്കൊടുത്തു. ഫബസത്തുഹു, എന്റെ തട്ടം ഞാനൊന്ന് നീട്ടിക്കൊടുത്തു. ഫവറഫ ബിയദിഹി, ഞാൻ തട്ടം നീട്ടി. അപ്പൊ റസൂലുള്ളാഹിന്റെ പണി എന്താരോ, ഇന്നത്തെ ആളുകൾ എങ്ങാനും ക്യാമറയിൽ പിടിച്ചാൽ ഖിയാമത്ത് നാൾ വരെ ട്രോളാൻ പറ്റുന്ന പണിയാണ്. അവരെ കയ്യിലെങ്ങാനും ഈ ചിത്രം ഇന്ന് ക്യാമറ കിട്ടിയാൽ ഖിയാമത്ത് നാൾ വരെ പല്ല് പുറത്തേക്കിട്ട് നഖവും പല്ലുപയോഗിച്ച് നഖശിഖാന്തം ഇതിനെ പരിഹസിക്കും. കാരണം ആ തട്ടത്തേക്ക് ഇങ്ങനെ കോരിയിട, ഒന്നൊട്ടില്ലേനും കാണാൻ ഒന്നുമില്ല, ഇങ്ങനെ കോരിയിട. നമ്മളാണെങ്കിൽ ബാൻ പിടിച്ചിട്ട് കുതിരട്ടത്ത് കൊണ്ടുപോകില്ലേ. നമ്മളിപ്പോ പാടുണ്ട്, ഞാൻ അന്ന് ഇല്ലായിരുന്നല്ലോ, എനിക്ക് മദീനത്ത് അന്നുണ്ടാ, നമ്മളന്ന് ഉണ്ടായോക്കണം, അപ്പോഴേ അറിയുള്ളൂ. ഇപ്പൊ കുറെ ആൾക്കാർ പാട്ട് പാടുണ്ടായിക്കോട്ടെ, പാട്ട് പാടുന്നത് നല്ലതാണ്. എനിക്ക് അന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റിയില്ല, അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അന്ന് ജീവിച്ചോക്കണം, അപ്പോഴേ അറിയുള്ളൂ. ഓരോ ആളുകൾ ഏത് കാലത്ത് കൊണ്ടുവരണം എന്ന് അള്ളാഹ്ക്ക് അറിയാം. പാട്ട് ഇഷ്കിന് പാടാം, പക്ഷെ അല്ല എന്തുകൊണ്ട് ഇക്കാലത്ത് ഓടുന്നു, നമ്മൾ ഇക്കാലത്തെ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇക്കാലത്ത് ഓടുന്നു. ഇനി അക്കാലത്ത് കുറഞ്ഞ ആൾക്കാർ ഇത്തിബായി, അപ്പൊ നമ്മൾ രക്ഷപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. ഞാൻ ദീർഘമായി പറയുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിരിക്കപ്പെട്ട തട്ടത്തിലേക്ക് മുത്തു മുസ്തഫ അന്തരീക്ഷത്തിൽ നിന്ന് വാരിയെടുത്ത് കോരിയിടുകയാണ്. അവൾ 3 വട്ടം ആവർത്തിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉമ്മ അബൂ ഹുറൈറ അത് നെഞ്ചത്തേക്ക് കൂട്ടിപ്പിടിച്ചോ. അബൂ ഹുറൈറ ഇതിലൊന്നുമില്ലല്ലോ നബിയേ എന്ന് പറഞ്ഞില്ല. നിങ്ങൾ എന്താണ് വാരിയത് എന്ന് ചോദിച്ചില്ല. മുതറദ്ദിനായില്ല, ശാക്കായില്ല, ഒന്നുമില്ല. കൂട്ടിപ്പിടിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ ഷാളന്ന് നെഞ്ചത്തേക്ക് കൂട്ടിപ്പിടിച്ചു. എന്നിട്ടുള്ള അനുഭവം അബൂ ഹുറൈറ പറയട്ടെ, ഹദീസം പിന്നെ ഞാനൊരു ഹദീസ് മറന്നിട്ടില്ല. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പച്ചക്ക് പരിഹസിക്കുന്ന കള്ളൻ എന്ന് പറയുന്ന കാലമാണ്. മഅദല്ലാഹു, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇമാം മാവർദി തങ്ങൾ ഉദ്ധരിക്കുകയാണ്, ഞാനൊരു അങ്ങാടിയിൽ ഇരിക്കുകയാണ്, അവിടെ ഒരു ചർച്ച വന്നു. ആ ചർച്ചയിൽ അതിശക്തമായിട്ട് വാദിക്കുന്ന ഒരാൾ, അയാളെ ഗണ്ണിക്കാൻ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ആലിം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഹദീസ് ഉദ്ധരിച്ചു. അപ്പൊ ഇയാൾ ശിയക്കാരനാണ്. കേട്ടപാടെ അയാൾ പറഞ്ഞു, അബൂ ഹുറൈറ ലാലുൻ മുളില്ലുൻ വൈറു മഖ്ബൂൽ, അബൂ ഹുറൈറ പഴച്ചവനും പഴപ്പിക്കുന്നവനും അസ്വീകാര്യനുമാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ഉടനെ ആ സദസ്സിലേക്ക് ഒരു വലിയ പാമ്പ് വന്ന് വീഴുകയാണ്. ആ പാമ്പ് ഒരുപാട് ജനങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞു നോക്കാതെ ഈ പറഞ്ഞവന്റെ ശരീരത്തിൽ കയറിയിട്ട് ആഞ്ഞു കൊത്തുകയാ, അവനെ നശിപ്പിക്കുകയാ. പിന്നെ പാമ്പന്ന് പോവുകയാ. ചില വാക്കുകൾ ഗൗരവമാണ്. ചിലപ്പോൾ ദുനിയാവിൽ നിന്നതിന്റെ സൈഡ് എഫക്ട് വരും. ഇനി ദുനിയാവിൽ നിന്ന് വന്നില്ലെങ്കിൽ ഖബറുകളിൽ പാമ്പുകൾ കൊത്തുമേ, നരകത്തിൽ പാമ്പുകൾ കൊത്തുമേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫുൻ നവവി റളിയല്ലാഹു തആല അൻഹു ചില പ്രത്യേക മസ്അലകളിൽ മറ്റുള്ളവർക്കില്ലാത്ത വീക്ഷണമുണ്ട്. അത് പലതും ഇഹ്തിയാത്തിന്റെ ഭാഗമാണ്. ആ വിഷയത്തിൽ പെട്ടതല്ലേ താടിയും മീശയും മുളക്കാത്ത ചെറിയ കുട്ടിയെ ലദ്ദത്തില്ലെങ്കിലും നോക്കൽ തെറ്റാണ് എന്നാണ് അവരുടെ അഭിപ്രായം. ശാഫി മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായം ലദ്ദത്തോടുകൂടി നോക്കലാണ് തെറ്റ് എന്നാണ്. പക്ഷേ നബി ഇമാമിന് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പറഞ്ഞ സമയത്ത് അന്നുണ്ടായിരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വലിയൊരു പണ്ഡിതൻ നബി ഇമാമിനെ രൂക്ഷമായി വിമർശിക്കുകയാ. പലതും പറഞ്ഞുകൊണ്ട് അത് ശക്തമായി നേരിടുകയാ.
മസലയിൽ അഭിപ്രായത്യാസം പറയാം, അതിനൊരു ഭാഷയ്ക്ക് ലിമിറ്റ് ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോയി ആള് ചെറിയ ആളല്ല, വലിയ ആളാ. ചെറിയ ആളല്ല, വലിയ ആളാ. പ്രസംഗത്തിലൊക്കെ ആർക്ക് നേരെയും ഭാഷ ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കുന്നത്, പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാര് ശ്രദ്ധിക്കണത് നല്ലതാണ്. ആള് പൊരുത്തപ്പെട്ട ആളാണോ അല്ലേ നമുക്കറിയില്ലല്ലോ. നമുക്ക് ആശയങ്ങൾ പറയാം, എല്ലാം പറയാം, പക്ഷേ പരിധി വിട്ടുകൊണ്ട് പ്രതിപക്ഷ ബഹുമാനമില്ലാതെ പറയരുത്. പറയുന്ന ആളുകളുണ്ടല്ലോ, ഈ സ്റ്റേജിൽ നിന്ന് എത്രയോ ആളുകൾ ഉണ്ടായിരുന്നില്ല ആദർശ അംഗീകാരം ചെയ്യുന്ന, അവരാരെയും പരസ്യമായി വിമർശിക്കൂലല്ലോ, പേരെടുത്ത് പറയില്ലല്ലോ. അങ്ങനെ പറയാം, പേരെടുത്ത് താറടിച്ചു നമ്മൾ ആളുകളെ വ്യക്തിത്വ ചോദ്യം ചെയ്താൽ അത് നെഞ്ചത്തേക്ക് തിരിച്ചടിക്കും. ഇമാം നവവി തങ്ങളെ ഇതേ നേരിട്ടത് അദ്ദേഹം മനസ്സിലാക്കിയ മസലക്ക് എതിരായതുകൊണ്ടാണ്. പക്ഷെ പരിധി ഈ മഹാനായ മനുഷ്യൻ മരിച്ചു, അവരെ മയ്യത്ത് കുളിപ്പിക്കുക, കഫൻ ചെയ്യണ സമയത്ത് ആളുകൾക്കിടയിലേക്ക് ഒരു പൂച്ചയേക്കാൾ വലുപ്പമുള്ള, എന്നാൽ പുലിയുടെ അത്ര വലുപ്പമില്ലാത്ത, അന്ന് വരെ ആരും കാണാത്ത ഒരു മൃഗം ചീറി വന്നു ആളുകളെ വകഞ്ഞു മാറ്റി. ഈ മഹാനായ പണ്ഡിതന്റെ വാ പിളർന്നു, ആ നാവ് കടിച്ചെടുത്തിട്ട് ഒരൊറ്റ ഓട്ടമാണ്. നവയുമാമിനെ കുറ്റം പറഞ്ഞ് നാവായിട്ട് കബറ് പോണ്ട. നമ്മളെ നാവ് കടിച്ചെടുക്കാൻ ചിലപ്പം പുറത്തുനിന്ന് മൃഗങ്ങൾ വരില്ല, പക്ഷെ നാവ് കൊണ്ട് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? കെലിമ ചെല്ലുക, മുങ്കർ നക്കീറിന്റെ ചോദ്യത്തിന് മറുപടി അറിയാം. അതിന് ചിലപ്പോ നാവ് വഴങ്ങൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ സ്ഥാപനം ഒരു വലിയത്തിന്റെ കിനാവിൽ നിന്ന് ഉടലെടുത്തതാ. അവര് കിടക്കുന്ന സമയത്ത് തെങ്ങും തോപ്പിൽ ഒരു പ്രകാശം കാണുകയാ. ആ പ്രകാശമുള്ള സ്ഥലത്താണ് പിന്നീട് അൻവരിയ കോളേജ് വന്നത്. ആ കോളേജിലാണ് നിങ്ങൾ ഓതി പഠിച്ചത്. ഏതുപോലെ പ്രിയപ്പെട്ടവരെ, വെല്ലൂര് ബാക്കിയാത്ത് സാലിയാത്തിന്റെ ബാനിയായ ബാനി ഹസ്രത്ത് റഹിമഹുല്ലാഹ് ഹറമിൽ പോയി ആ ഹജ്ജിന്റെ സമയത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് കിനാലല്ലോ അവരുടെ നാട്ടിൽ ഒരു മനോഹരമായ മരമാ, അതിൽ നിറയെ പഴങ്ങളാ. ആ പഴങ്ങൾ കായ്ക്കാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പക്ഷികൾ പാറി വരികയാ. അവരതിന്റെ തായ്ബേർ ചോദിച്ചുകൊണ്ട് പിറ്റേ പ്രഭാതത്തിൽ നടക്കുകയാ. ഒരു ആരിഫായ തായ്ബേർ അറിയുന്ന മഹാൻ പറഞ്ഞു, നിങ്ങൾ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോയാ വിജ്ഞാന കുതികളായ മുത്തഅല്ലിമീങ്ങൾ പഠിച്ച് ബിരുദമെടുക്കുന്ന ഒരു സ്ഥാപനം നിങ്ങളുടെ കയ്യാൽ ഉയരുമേ. ബഖിയാത്തു സ്വാലിഹാത്തിന്റെ നിലയും വിലയും എത്രയാ! സമാനമായ അനുഭവമല്ലോ ഈ അൻവരിയ കോളേജിനുള്ളത്. നിമിഷ നേരം കൊണ്ട് മഹാനായ ബീരാൻ ഔലിയുടെ നെവറുകൊണ്ട് വിലായത്തിന്റെ സമുന്നതമായ സ്ഥാനത്തേറി അല്ലാഹ് എന്ന ദിക്റിൽ ഫനാ പ്രാപിച്ചുകൊണ്ട് മിനല്ലാഹ് ഇലല്ലാഹ് മഅല്ലാഹ് ബില്ലാഹ് എന്ന സ്കെയിലിൽ മാത്രം ജീവനെ നിയന്ത്രിച്ച ആ കാലഘട്ടത്തിന്റെ നഫീസത്തുൽ മിസ്രിയായ, ആ കാലഘട്ടത്തിന്റെ റാബിയത്തുൽ അദവിയായ ഒരു മഹദിയായ വലിയത്ത് അവരാരാണെന്നറിയോ? മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമയില്ലേ? അവര് വലിയാണെന്നതിൽ നമുക്ക് തർക്കമില്ലല്ലോ. അവര് മശായിഖ്മാരുടെ ശൈഖല്ലേ, ആരിഫീങ്ങളുടെ റഈസല്ലേ? മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമ പലപ്പോഴും ഈ മഹദിയുടെ അരികില് പല പരാതിയുമായി വന്നിരുന്നു എന്ന് വന്നാൽ ഈ മഹദിയുടെ ദറജ എത്രയാ? അവരുടെ ദറജ എത്രയാ? ആ മഹദിയുടെ തർബീയത്തിലാണ് ഇപ്പോഴും നിങ്ങളുള്ളത്.